നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കോടികളുടെ വികസനമാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടപ്പിലാക്കിയ വിവിധങ്ങളായ പദ്ധതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയാണ് ഭരണസമിതി. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഡോക്യുമെന്ററി നിർമ്മാണത്തിനും പ്രദർശനത്തിനുമെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് UDF മെമ്പർമാർ. മാത്രമല്ല, ഭരണസമിതിയിൽ പല കാര്യങ്ങളിലും തങ്ങൾക്ക് വിവേചനപരമായി മാറ്റി നിർത്തുന്നു എന്നതും പൊതുപരിപാടികളിൽ മാറ്റി നിർത്തുന്നു എന്നും പറഞ്ഞ് UDF മെമ്പർമാർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു. തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് UDF മെമ്പർമാർ പറഞ്ഞിട്ടുള്ളതെന്നും യാതൊരു തരത്തിലുള്ള വിവേചനങ്ങൾ നടത്തിയിട്ടില്ല എന്നും ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് ഭരണസമിതിയിലെ അംഗങ്ങൾ. ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയാക്കുന്നത് ബഹുമാനപ്പെട്ട ആ പത്രസമ്മേളനം ലീഡ് ചെയ്ത മെമ്പർ ആദ്യമായി ഉന്നയിച്ച ഒരാരോപണം ഞങ്ങളെ അവർ പ്രതിപക്ഷാംഗങ്ങളാണെന്ന് പറഞ്ഞു. സാധാരണ പഞ്ചായത്തിലങ്ങനെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾ ഇതുവരെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ആയിക്കോട്ടെ, സംശയം കുഴപ്പമില്ല. ഞങ്ങൾ പ്രതിപക്ഷാംഗങ്ങളെ പഞ്ചായത്തിൻ്റെ പൊതുപരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ഞങ്ങളെ സഹകരിപ്പിക്കുന്നില്ല എന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ പരാതി എന്നുള്ള നിലയിൽ പറഞ്ഞത്. 18-ാം തീയതിയാണ് പത്രസമ്മേളനം നടക്കുന്നത്. 17-ാം തീയതിയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റായ കുട്ടികളുടെ തിയേറ്റർ എന്ന പ്രൊജക്റ്റിൻ്റെ അവതരണം ചെറുപുഴ JMVP സ്കൂളിൽ വെച്ച് നടക്കും. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ KD പ്രവീൺ എന്ന് പറഞ്ഞ 13-ാം വാർഡ് മെമ്പറും ആശംസ പറഞ്ഞ ആളാണ്. പഞ്ചായത്തിന്റെ ഒരു പൊതുപരിപാടി എന്ന് പറയാൻ പഞ്ചായത്തിന്റെ പരിപാടികൾ ഇങ്ങനെ ഇതാണ് പഞ്ചായത്തിന്റെ പൊതുപരിപാടി, അല്ല വേറെ പഞ്ചായത്തിന്റെ പൊതുപരിപാടി എന്ന് പറയാൻ പറ്റും. അന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത രേഷ്മ വി രാജു എന്ന് പറയുന്ന മെമ്പർ മെമന്റോ കൊടുക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റിനോടും ബാലേട്ടനോടും എന്നോടും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ അവരെ നമ്മൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നതിന് തലേദിവസം കഴിഞ്ഞ കാര്യം പോലും ഓർക്കാതെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് പിന്നെ നിങ്ങളെല്ലാം കണ്ടവരാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമന്റ് ഒന്നും ഞാൻ നടത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പൊതുസ്വത്ത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം അവരുടെ ഇടപെടലുകൾ കൊണ്ട് നടക്കാതെ വന്നു. പെട്ടെന്നത് കേട്ടപ്പോൾ ഏതാണെന്ന് പോലും മനസ്സിലായത്. കുറച്ച് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ നമ്മുടെ ചെക്ക് ഡാമിൽ പെഡൽ ബോട്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴിയും ബോട്ടുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും പുഴക്കരയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം തന്നെ പ്രവർത്തിക്കുന്ന ഹിൽവ്യൂ സൊസൈറ്റി ഒരപേക്ഷ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തു. ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത അപേക്ഷ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പ്രസിഡന്റ് അത് അടുത്ത യോഗത്തിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അജണ്ടയിൽ കൊടുക്കാൻ പറയുന്നു. അത് അജണ്ടയിൽ പെടുത്തിയപ്പോൾ അജണ്ട കുറിപ്പായി അവരുടെ അപേക്ഷ താഴെ കൊടുത്തിരുന്നു. അതിലൊന്നും മറച്ചു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. 19 മെമ്പർമാരടങ്ങുന്ന ഈ ബോർഡ് തീരുമാനിക്കുന്നത് എന്തോ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അജണ്ടയിൽ പെടുന്നത്. പിറ്റേ ദിവസം തന്നെ അത് വലിയ അജണ്ടക്കുറിപ്പ് പബ്ലിക് ഡൊമൈനിലുള്ള സാധനമാണ്. രഹസ്യമായി ചെയ്യുന്ന കാര്യമാണെങ്കിൽ അജണ്ട കുറിപ്പാക്കുകയോ അജണ്ടയിൽ പെടുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇവിടെ ഉണ്ടായി. മീഡിയകളൊക്കെ അത് ഏറ്റെടുത്തു. ഇവിടെ എന്തോ സ്വകാര്യ ലാഭത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ പോവാണെന്നുള്ളൊരു എന്താ പറഞ്ഞ അങ്ങനെ ഒരു ടെമ്പോ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. സ്വാഭാവികമായും അങ്ങനെ ആരുടെ എതിർപ്പ് വിലക്ക് വാങ്ങിക്കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൽ നമ്മൾ ബലം പിടിക്കാൻ വേണ്ടി നിന്നില്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെച്ചു. ഇനി അത് മാറ്റിവെച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക BCBയിലുള്ള ഈ ജലസംഭരണിയിൽ പെഡൽ ബോട്ടുകൾ ഓടുമായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. പാർക്കും കാര്യങ്ങളും ഒക്കെ കൂടെ വന്നതുകൊണ്ട് ഒരു ടൂറിസ്റ്റുകൾ കുറേ അധികം ആളുകൾ കൂടെ വരുമായിരുന്നു. ആ ഒരു അങ്ങനെ ഉണ്ടാകാമായിരുന്ന ഒരു വളർച്ച ടൂറിസം രംഗത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്ന ഒരവസ്ഥ ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങൾ എന്തെങ്കിലും വിറ്റ് തുലയ്ക്കാൻ വേണ്ടി തുടങ്ങി അത് ഞങ്ങളായി തടഞ്ഞു എന്നൊന്നും പറയുന്നതിന് അർത്ഥമുണ്ടെന്ന് തോന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ മീഡിയ പേഴ്സൺസിനൊക്കെ അറിയാം ആയന്നൂർ തീരം എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു നല്ല പരിപാടി നടക്കുന്നത്. അതുപോലെ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട്
പെഡൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിപാടി ഇവിടെ നടക്കുകയായിരുന്നു. അത് അവരില്ലാതാക്കി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. മൂന്നാമത് പറഞ്ഞൊരു കാര്യം, വീടുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസം ഭരണസമിതി എന്ന് പറഞ്ഞാൽ അവരെ ഉൾപ്പെടുന്നതാണ് ഭരണസമിതി. അപ്പോൾ അവർ നമ്മളെ അവരെന്താണ് പറയുന്നത്, അവരെന്തോ കാണിച്ചു എന്നുള്ളതിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ചെറുപുഴ പഞ്ചായത്തിൽ ഈ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി 19 പേരടങ്ങുന്ന ഭരണസമിതി, അല്ലാതെ 13 പേരടങ്ങുന്ന ഭരണസമിതിയാണ്. 19 പേരടങ്ങുന്ന ഭരണസമിതി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർപ്പിട പ്രശ്നമായിരുന്നു. ആദ്യമായിട്ട് ഒരു 10-15 ദിവസമായിട്ടുണ്ടാവുള്ളൂ, നമ്മൾ ചുമതലയായിട്ട് 10-15 ദിവസമായപ്പോൾ ഒരു വാട്സപ്പിലൊരു വീഡിയോ വന്നു. ഒരു മുകളിലോട്ട് നോക്കിയ ആകാശവും സൈഡിലേക്ക് നോക്കിയ ഓലപ്പഴുതുകളും മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു കുടുംബം താമസിക്കുന്നു, ഇവിടെ പഞ്ചായത്തില്ലേ ഭരണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് വന്നു. ഞങ്ങളിവിടെ ആദ്യം അത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ആർക്കും സ്ഥലം പോലും പിടികിട്ടിയിട്ടില്ല, എവിടെയാണ് എന്നുള്ളത് ഒരു മെമ്പർമാർക്കും അറിയുമായിരുന്നില്ല. ശരിക്കത് 14-ാം വാർഡിന്റെ അങ്ങേയറ്റത്ത് ആലക്കോടിനോട് ചേർന്ന് കിടക്കുന്ന, ആലക്കോടിന്റെ അതിർത്തിയിൽ കിടക്കുന്ന കുണ്ടേരിയുടെ ഭാഗത്തുള്ള ഒരു വീടാണ്. ഏതായാലും ഇത് കണ്ട സ്ഥിതിക്ക് നമ്മൾ അന്വേഷിച്ച് പോകാൻ വേണ്ടി തയ്യാറായി. ഞാനുണ്ടായിരുന്നു, ജോയി ഉണ്ടായിരുന്നു, അന്നത്തെ സെക്രട്ടറി ബാബുരാജ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് നമുക്ക് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു യൂത്ത് വോളണ്ടിയർ ഉണ്ടായിരുന്നു, ലിച്ചോ. ഞങ്ങളാണ് അവിടെ പോയത്. അവിടെ പോയി കണ്ടപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നി. 15 ദിവസത്തിനകം ഇവർക്ക് നനയാതെ കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് പോന്നു. 15 ദിവസത്തിനകത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വലിയ വീടൊന്നും അല്ല, എന്നാലും അവർക്ക് നനയാതെ ഉറപ്പോടെ കയറി കിടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അന്ന് തീരുമാനിച്ചതാണ് ഞങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്, ഹൗസിംഗ് ആണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ കൊടുത്ത പഞ്ചായത്തുകളിലൊന്ന് ചെറുപുഴ പഞ്ചായത്താണ്. ഇപ്പം ഏകദേശം 550-നടുത്തായി നമ്മൾ കൊടുത്ത വീടുകൾ. അപ്പോൾ അതേ അവസരത്തിൽ തന്നെ ലൈഫിന്റെ വീട് കിട്ടാൻ അർഹതയുള്ള ആളുകളുണ്ട്, ലൈഫിന്റെ വീട് കിട്ടാൻ അർഹതയില്ലാത്ത കുറേ ആളുകൾ എന്താ പറയുന്നത്, മഴ മുഴുവൻ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്നവരുണ്ട് എന്നുള്ളത് മെമ്പർമാരെല്ലാവരും ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് വീട് റിപ്പയറിന് വേണ്ടിയിട്ട് പൈസ വെക്കണം, മേൽക്കൂര റിപ്പയറിന് വേണ്ടി പൈസ വെക്കണമെന്ന് തീരുമാനിക്കുകയും ആദ്യത്തെ വർഷം 75 വീടുണ്ട്, 60 വീടിന് പൈസ വെച്ചു. 60 വീട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ വാർഡിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്, എല്ലാ വാർഡുകളിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്, ഒരേ അവസ്ഥയിലുള്ള ഇഷ്ടംപോലെ വീടുകൾ. അപ്പോൾ നമ്മൾ അന്ന് എന്ത് ചെയ്തു, എല്ലാ ഭാഗത്തും ഇരുന്നോട്ടെ, എല്ലാ ഭാഗത്തുള്ളവരെയും പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാർഡുകൾക്കും തുല്യമായി ആ വിഭജനം നടത്തി. 2 വർഷമായി. അടുത്ത വർഷം നമ്മൾ 75 ആക്കി, പിന്നത്തെ വർഷം 80-82 പിന്നെ തുടർന്നു വന്ന വർഷങ്ങളിൽ ഏതാണ്ട് ഇതേപോലെ തന്നെയാണെങ്കിലും കഴിഞ്ഞ വർഷം കൃത്യമായി വീതം വെക്കേണ്ട ആവശ്യമില്ലാതെ. കാരണം എന്താ വെച്ചാൽ ചില വാർഡുകളിൽ അത്ര അർഹതയുള്ളവരാണ്, പക്ഷെ മറ്റുള്ളവരത്ര ശോചനീയമായ സ്ഥിതിയിലുള്ളവരല്ലാത്ത വീടുകളുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു ടീം, പഞ്ചായത്തിൽ നിന്നൊരു ടീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ അത് വീടിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള ഒരു ടീം ഈ അപേക്ഷകരുടെ എല്ലാ വീടുകളും സന്ദർശിച്ച് അതിലേറ്റവും അർഹരായവർക്ക് അല്ലെങ്കിൽ ഏറ്റവും ശോച്യാവസ്ഥയിലുള്ളവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം പല വാർഡുകളിലും വ്യത്യസ്തമായിരുന്നു വീടുകളുടെ എണ്ണം. ഈ വർഷം ഞങ്ങളുടെ അവസാന വർഷമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യം ചെയ്യണമെന്നുള്ള തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് 100 വീടിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി 1 കോടി രൂപ മാറ്റി വെച്ചു. ആ 100 വീടിന് ഇതേ ക്രൈറ്റീരിയ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു സംഘം, മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഒരു സംഘം ഈ അപേക്ഷകൾ കിട്ടുന്ന ഓരോ വാർഡിൽ നിന്നും കിട്ടുന്ന അപേക്ഷയിലും മാർക്ക് ഇട്ടിട്ടാണ് അപേക്ഷ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വീടുകൾ എടുത്തിട്ട് പരിശോധന നടത്തി. പരിശോധന നടത്തിയപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ വീതം വെച്ച് കൊടുത്തത്. അങ്ങനെ വീതം വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 1-ാം വാർഡിൽ 2 വീടേ കൊടുക്കേണ്ടിയുണ്ടായിരുന്നുള്ളൂ. 4 വീടിന് അപേക്ഷയുണ്ട്, പക്ഷെ 2 വീടേ കൊടുക്കേണ്ടിയുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് വാർഡാണ്. 2-ാം വാർഡില് 7 അപേക്ഷ ഉണ്ടായിരുന്നു, അതിന് 3 വീടേ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. 7 അപേക്ഷ ഉണ്ടായിരുന്നു. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ വാർഡ് മാത്രമാണ് ഞാൻ എടുത്തു പറയാൻ പറ്റുന്നത്.
മൂന്നാം വാർഡിൽ 11 അപേക്ഷ ഉണ്ടായിരുന്നു. അതിൽ 3 വീടുകളാണ് കൊടുക്കാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചത്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. 4-ാം വാർഡിൽ 12 അപേക്ഷ ഉണ്ടായിരുന്നു. 4-ാം വാർഡിൽ 12 അപേക്ഷ ഉണ്ടായിരുന്നു. ആ 4-ാം വാർഡിൽ 12 അപേക്ഷ ഉണ്ടായിരുന്നു. 4-ാം വാർഡിന്റെ പ്രത്യേക 4-ാം വാർഡ് CPM മെമ്പർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണ്. 12 അപേക്ഷ ഉണ്ടായിട്ട് അവർക്ക് 4 വീടാണ് കൊടുത്തത്. ഇനി ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി വായിക്കും. 6-ാം വാർഡില് 28 അപേക്ഷ ഉണ്ടായിരുന്നു. 28 അപേക്ഷ ഉണ്ടായിട്ട് 10 വീടാണ് അവർക്ക് കൊടുത്തത്. 7-ാം വാർഡില് 16 അപേക്ഷ ഉണ്ടായിരുന്നു, 5 വീടാണ് കൊടുത്തത്. 8-ാം വാർഡ് എന്റെ സ്വന്തം വാർഡാണ്, പ്രസിഡന്റിന്റെ വാർഡ്. 9 അപേക്ഷ ഉണ്ടായിരുന്നു, 5 വീട്. 6-ാം വാർഡിനോട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ കമ്മിറ്റി 5 എന്നെ തന്നു. അങ്ങനെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരേ ഒരു ഇരിക്കുന്നതാണ്. എന്നാലും അവർ നോക്കുമ്പോൾ ഒരു വീട് കുറച്ചുകൂടെ മെച്ചാണെന്ന് പറഞ്ഞ് ആയിക്കോട്ടെ, 5 വീടേ കൊടുത്തു. ഇനി നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 16-ാം വാർഡ് 13 അപേക്ഷ ഉണ്ടായിരുന്നു, 5 എണ്ണം കൊടുത്തു. 17-ാം വാർഡിൽ 6 അപേക്ഷ ഉണ്ടായിരുന്നു, 3 എണ്ണം കൊടുത്തു. 18-ാം വാർഡിൽ 10 അപേക്ഷ ഉണ്ടായിരുന്നു, 3 എണ്ണം കൊടുത്തു. 19-ാം വാർഡിൽ 16 അപേക്ഷ ഉണ്ടായിരുന്നു, 5 എണ്ണം കൊടുത്തു. ഇത് കോൺഗ്രസിന്റെ മെമ്പർമാരും ഉള്ള വാർഡുകളാണ്. ആ വാർഡുകളിലും ഈ വ്യത്യാസം വന്നിട്ടുണ്ട്. തന്നെ അപേക്ഷയ്ക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനിയും ഒരു 100 വീടുകൂടെ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ വീടുകൾക്ക് എല്ലാം കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനുള്ള സംഖ്യ നമുക്കില്ല. ഇതില് ഏത് തരത്തിലുള്ള 9-ാം വാർഡില് ആണ് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർഡ്. ഷാൻഡി കലാധരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഷാൻഡി കലാധരന്റെ വാർഡിൽ നിന്ന് 30 അപേക്ഷ ഉണ്ടായിരുന്നു, അവിടെ 10 വീടേ കൊടുത്തിട്ടുള്ളൂ. ഇവർ പറയുന്നത് ശരിയായിരുന്നെങ്കിൽ ഷാൻഡി കലാധരന്റെ വാർഡിൽ 20 കൊടുക്കാമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ കുറയ്ക്കാമായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസം കാണുകയുണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത ഒരു ആരോപണം ഉണ്ടായത് ആ പ്രൊജക്ടിനെ കുറിച്ച് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാപ്പി തൈ കൊടുക്കുന്ന കാപ്പി കൃഷി എന്നുള്ള പ്രൊജക്ട് ചെറുപുഴ പഞ്ചായത്ത് മാത്രം ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റാണ്. കാപ്പി തൈ വിതരണം ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം, നമ്മുടെ ചില വാർഡുകളിലൊക്കെ വലിയ തോതിൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗ ശല്യമുണ്ട്. കാട്ടാന ശല്യം കൊണ്ട് സ്ഥലം നിങ്ങൾക്ക് പത്രപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ കാണുന്നതാണ്. കാനമേൽ ചേന്നാട്ടുവല്ലി ഭാഗത്ത് ഏക്കർ കണക്കിന് സ്ഥലം തരിശായി കിടക്കുകയാണ്. ആനയുടെ ശല്യം ഉള്ളതുകൊണ്ട് മാത്രം ഒഴിഞ്ഞു പോകുന്നതാണ്, തരിശായി കിടക്കുകയാണ്. ആ തരിശു ഭൂമി ഞങ്ങൾ 5 വർഷമായി കാണുന്നതാണ്. ഈ തരിശു ഭൂമി അവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വാഴ വെക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് കൊടുത്തു. വാഴ വെച്ചതല്ലാതെ വാഴക്കൊല വെട്ടാൻ അവർക്ക് പറ്റിയില്ല. വാഴക്കൊല വെട്ടിയത് ആനയാണ്, മുഴുവൻ നശിപ്പിച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളൊരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴതിനെ ഞങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു വഴി കാണാൻ വേണ്ടിയിട്ടാണ് കാപ്പി കൃഷി. ആനയുടെ ശല്യം ഉണ്ടാവില്ലെന്ന് അനുഭവമുള്ളവർ പറഞ്ഞതുകൊണ്ട്. അതിനപ്പുറത്ത് നമുക്ക് മുന്താരിയൊക്കെ ഉണ്ട്, വലിയ തോതിൽ കാപ്പി കൃഷിയൊക്കെ നടക്കുന്നതാണ്. അപ്പൊ അവിടെയുള്ള കൃഷിക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആ കാപ്പിയെ ആനയെ അങ്ങനെ കാര്യമായി ഉപദ്രവിക്കാറില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാപ്പി കൃഷി എവിടെ തരിശ് കിടക്കുന്ന സ്ഥലങ്ങളില്, വന്യമൃഗശല്യമുള്ള സ്ഥലങ്ങളില് കാപ്പി കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് വെച്ചത്. പക്ഷെ നമ്മൾ 3-ാം വാർഡ് മെമ്പർ 100 തയ്യേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിച്ചത് 3-ാം വാർഡ് മെമ്പറാണ്. 3-ാം വാർഡിൽ തരിശു ഭൂമിയിൽ വെക്കാനല്ല, കവുങ്ങ് നിൽക്കുന്നതിനിടയിലൂടെ കാപ്പി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ അപേക്ഷിച്ചത്. നമ്മുടെ ലക്ഷ്യവുമായി ഒരു ബന്ധമുള്ളതല്ല, പക്ഷെ അപേക്ഷിച്ചതാണല്ലോ. ഒരു 100 തൈ അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരാണ് പറയുന്നത് എനിക്ക് 100 തയ്യേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് 100 തയ്യേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ള വഴിയിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ അതിനെനിക്ക് പറയാവുന്ന മറുപടി അതാണ്. എനിക്ക് 100 തയ്യേ കിട്ടിയിട്ടുള്ളൂ. 8200 തൈ കൊടുത്തത് 9-ാം വാർഡിലാണ്. നിങ്ങൾക്കറിയാം 11, 12, 13 വാർഡുകളാണ് പിന്നെ കുറെ ഇറങ്ങിപ്പോന്നിട്ടുള്ള സ്ഥലങ്ങൾ. അറിയുന്നവർക്കറിയാം, അജീവമാൻ ഒരു അറിയില്ല. കോറാളി, അങ്ങനെ ജോയിയുടെ വാർഡ്, സുനിതയുടെ, അങ്ങനെ പറയാൻ എനിക്ക് കൃത്യമായി പറയാം. ജോയിയുടെ വാർഡ്, സുനിതയുടെ വാർഡ്, പ്രവീണിന്റെ വാർഡ്. ആ വാർഡുകളിൽ യഥാക്രമം 4375, 4250, 2225 തോതിൽ തൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരിത് പറഞ്ഞത് എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞ ഇതിന്റെ തലേ ദിവസം, ഈ ഡോക്യുമെന്റേഷൻ നടത്തിയ തീയതിയുടെ തലേ ദിവസം 17-ാം തീയതിയാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ 10 തൊട്ട് 5 മണി വരെയുള്ള സമയമായത് കാരണം എല്ലാ മെമ്പർമാരും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം അറിയിച്ചാൽ, അരമണിക്കൂറാണ് ഒരു മെമ്പർക്ക് തരുക. അങ്ങനെ സൗകര്യപ്രദമായ സമയം അറിയിക്കുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. അല്ല പിന്നെ എല്ലാവരും ഒരു സമയത്ത് ഒന്നും നടത്താൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് മെമ്പർമാര്
എൻ്റെ ഫോണിൽ ആ ഗ്രൂപ്പിൽ ഇട്ട് തന്നിരിക്കുന്ന സമയമാണ്. എല്ലാ മെമ്പർമാരും ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ 6 പേരുടെ സമയം മാത്രം വായിക്കുന്നുള്ളൂ. ഷാൻഡി ജോർജ് മെമ്പർ സമയം 12 മണി. ജോയ്സി വാർഡ് 3 സമയം 1 മണി. മിനി മാത്യു വാർഡ് 17 4:30. ലൈസമ്മ തോമസ് വാർഡ് 18 2:30. ഇതില് ആര് സമയത്തിരുന്നില്ല? പ്രവീൺ സമയത്തിരുന്നില്ല. പ്രവീണിനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എപ്പോഴായാലും മതി, ഞാൻ രാവിലെ വരെ ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ സമയത്തവരാണ്. ഇവിടുത്തെ ഈ എന്താ പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടക്കം എല്ലാവരും ഓരോ സമയം നിന്നവരാണ്. ബാലറ്റിന്റെ സമയം 9:30 ആയിരുന്നു, ജോയിയുടെ സമയം 10 ആയിരുന്നു, ഷാജിയുടെ സമയം, ഷാജി സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളതല്ല, ഷാജിയുടെ സമയം 10:30 ആയിരുന്നു. അവർ ആ സമയത്തൊക്കെ 10:30 ആയപ്പോൾ ഷാജിയുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മെമ്പർമാരെല്ലാവരും 2-3 പേര് ഒരുമിച്ച് വന്നു. ഒരുമിച്ച് അവരിതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്. നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ്. ഒളിച്ചു വെക്കാൻ വേണ്ടി ഒന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞത് അവരിതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പഞ്ചായത്തിൽ എത്തുന്ന സമയത്താണ് അവർക്ക് എവിടെ നിന്നെങ്കിലും നിർദ്ദേശം കിട്ടിയത്. വേണ്ടാന്ന് അതാ ഞാൻ പറഞ്ഞത്. അവരവരുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചിരുന്ന് എനിക്കൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ നടത്തിയ അനാവശ്യമായ എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് നടത്തിയ ചില ആരോപണങ്ങൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ ഒരു മെമ്പർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം, എൻ്റെ വാർഡിലൊരു റോഡ്, ആ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടുകാരെ കൂട്ടി പോകേണ്ടി വന്നു. അത് പ്രസിഡന്റ് ചെയ്തു തന്നില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്തു തന്നില്ല. ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ അതിന് മറുപടി കൊടുക്കുള്ളൂ. ഞാൻ മറുപടി അന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വാർഡിൽ 13-14 റോഡുകൾ ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരൊറ്റ റോഡിനാണ് ഈ മെമ്പർക്ക് കോൺട്രാക്ടർ ഏതാണെന്ന് പോലും അന്വേഷിക്കേണ്ട ഗതികേട് വന്നു. വേറെ റോഡുകളൊന്നും ചെയ്തപ്പോൾ ഈ മെമ്പർക്ക് എവിടെയും പോകേണ്ടി വന്നില്ല. മെമ്പർ പറഞ്ഞിട്ടുമില്ല ഒരെണ്ണത്തിന് പോകേണ്ടി വന്നേ. ഞാൻ പോയിട്ടുണ്ട്, ജോയി പോയിട്ടുണ്ട്, മാത്യു സാർ പോയിട്ടുണ്ട്, സിബി പോയിട്ടുണ്ട്, ബാലേട്ടൻ പോയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് പോയിട്ടില്ലേ? ഇവരുടെ കൂടെയാണെങ്കിലും പോയില്ലേ കോൺട്രാക്ടറെ കാണാൻ? ഷാൻഡി പോയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പോയിട്ടുള്ളവരാ. ബാക്കി മെമ്പർമാർ പോയിട്ടുണ്ട് കോൺട്രാക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട്. എന്താണ് അവർ പറഞ്ഞ സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യിക്കുക എന്നുള്ളത് ഒരു മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നതാണ്ട് പിന്നെ അവര് ചെയ്തില്ല എന്നുള്ള നിലയിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു കുറച്ച് കടന്നു വെക്കാനായിട്ട് അവർക്ക് അവരുടെ ജോലി എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു ചെയ്യുന്നത്. അല്ലാതെ ഇതെല്ലാം എന്താ പിന്നെ മെമ്പറിന്റെ ഒരു ഉത്തരവാദിത്വം? എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്യിക്കുക. റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോൾ ഉദ്ഘാടനത്തിന് മാത്രം വരിക എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല ഇവിടുത്തെ മെമ്പർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. അങ്ങനെ ഒരു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. ചെയ്തൊരു ഞങ്ങൾ ചെയ്തൊരു വിവേചനം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. മറ്റേ മെമ്പർ പറഞ്ഞെന്താ? മറ്റേ മെമ്പർ പറയുമ്പോൾ ഒരു സത്യം മെമ്പർ അറിയാതെന്ന് വായിന്ന് പോയി. ലൈറ്റ് സ്ഥാപിച്ചു. പൊതു മെയിൻ റോഡുകളിലുള്ള എല്ലാ ലൈറ്റുകളും തെളിയുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ 500 മീറ്റർ, അതിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയ 500 മീറ്റർ. ഇവിടെ 19 വാർഡ് മെമ്പർമാർക്കും കിട്ടിയത് 500 മീറ്ററാണ് മെയിൻ റോഡ് വിട്ടാൽ. PWD റോഡ് ഫുള്ളായി നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ വാർഡുകളിലേക്കും എല്ലാ വാർഡ് മെമ്പർമാർക്കും കിട്ടിയത് 500 മീറ്ററാണ്. അതിൽ ഒരു വ്യത്യാസമില്ല. ഷാൻഡിയുടെ വാർഡിൽ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഷാൻഡിയുടെ വാർഡിൽ കൂടുതൽ വന്നിരിക്കുന്നത് കടുത്ത കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ ലൈറ്റ് ഇടാൻ പറ്റും. അത് പൂർണ്ണമായിട്ടില്ല. ഇനിയും ഒരു 10 ലൈറ്റ് കൂടി ഇട്ടാൽ കാട്ടാന ഇറങ്ങുന്ന സ്ഥലത്ത് മുഴുവനുള്ള ഇലക്ട്രിക് പോസ്റ്റൽ ലൈറ്റ് ആവുള്ളൂ. പിന്നെ ഇടാൻ ഒരുപാട് സ്ഥലമുണ്ട്, അത് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ വാർഡുകളിലും കൊടുത്തത് 500 മീറ്ററാണ്. അതവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തെളിയുന്നില്ല ഇല്ലാന്ന്. അത് ആ വാർഡിൽ മാത്രമുള്ള പ്രശ്നമല്ല. ഇവരിങ്ങനെ കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ആവരുത്. ചെറുകിട പഞ്ചായത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരറിയണം. അതിൽ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. കെൽട്രോണാണ് അത് ചെയ്തത്, കെൽട്രോണാണ് അത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് സത്യമാണ്. അതിനൊരു മെമ്പറെ ഏൽപ്പിച്ചു. അതൊക്കെ കടന്നു വെക്കാനാണ്. ആരെങ്കിലും ഒരാൾ, വേറെ ആരെയല്ല പറഞ്ഞു, ഞങ്ങളുടെ ബോർഡിലെ ഏറ്റവും പ്രായമുള്ള ആൾ ബാലേട്ടനാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇവർ വരുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് നടക്കുകയും ചെയ്യുകയും ഏതെങ്കിലും കുഴപ്പമുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യിക്കാമെന്ന് പറയുകയും ചെയ്യുന്നതല്ല. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കത കൊണ്ട് മറ്റു മെമ്പർമാരെ സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതില് എല്ലാ മെമ്പർമാരുടെയും വാർഡിന് എത്ര രൂപയുടെ കൂടി എടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ കണക്കായി പറയുന്നത് വളരെ ആധികാരികമായി പറയണം നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ട് വന്നത്. ഒന്ന് പറയാം,
ഒന്നാം വാർഡിൽ 36,48,213 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. വ്യത്യാസം കാണിച്ചിരിക്കുന്ന ഒരു വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വാർഡാണല്ലോ. മൂന്നാം വാർഡിൽ പറയാം, മൂന്നാം വാർഡിൽ 42,29,219 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറുടെ വാർഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വ്യത്യാസം കാണിച്ചെന്ന് പറയുന്നത്? പിന്നെ എങ്ങനെയാണ്? പിന്നെ 10 കോടിയിലേക്ക് പണിയെടുത്ത വാർഡുകളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ജോയിയുടെ വാർഡില് 12 വാർഡ് 10 കോടി, സോറി 1 കോടി 10,03,675 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. ആ വാർഡ് പോലെ അല്ല മൂന്നാം വാർഡ്, ആ വാർഡ് പോലെ അല്ല 19-ാം വാർഡ്, ആ വാർഡ് പോലെ അല്ല 9-ാം വാർഡ്. 9-ാം വാർഡ് അതുപോലെ ഒരു വാർഡാണ്. 9-ാം വാർഡ് അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. 1,45,00,000 പണിയെടുത്തിട്ടുണ്ട് 9-ാം വാർഡിൽ. അവിടെ ഇപ്പോഴല്ലേ റോഡുണ്ടായത്? അതുകൂടെ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് നിങ്ങൾ അതുകൂടെ ഒന്ന് ആലോചിക്കണം. എപ്പോഴാണ് ഇവിടെ ഈ റോഡൊക്കെ ഉണ്ടായത്? ഈ വാർഡുകളിലൊക്കെ റോഡുണ്ടായത് ഇപ്പോഴാണ്. ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ടാണ് ഈ വാർഡുകളിലൊക്കെ റോഡുണ്ടായത്. അപ്പൊ അതിനനുസരിച്ച് 18-ാം വാർഡിൽ 74,84,062 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് വാർഡിലെടുത്തതിന്റെ ഇരട്ടി പണിയെടുത്തിട്ടുണ്ട്. റോഡ് വേണ്ടെടുത്താ റോഡ് കൊടുക്കുന്നത്, വീട് വേണ്ടെടുത്താ വീട് കൊടുക്കുന്നത്. അല്ലാതെ നമ്മള് ഈ ഭരണസമിതിയുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരടക്കമെടുത്ത തീരുമാനമാണ്. അവരടക്കമെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ അവരെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അവരടക്കമെടുത്ത തീരുമാനം പ്രസിഡന്റ് എന്നുള്ളതിൽ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായവും തീരുമാനവും ആരാ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവിടുത്തെ ജനങ്ങളെ നോക്കിയിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആരാണോ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മൾ മഴവെള്ള സംഭരണി കൊടുത്തു. ഈ ഒരൊറ്റ മെമ്പർമാർ ഒരു എതിരും പറഞ്ഞിട്ടില്ല. എന്റെ വാർഡിൽ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എന്റെ വാർഡിൽ കുറച്ചുകൂടെ തരണമായിരുന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. പ്രസിഡന്റിന്റെ വാർഡിൽ ഒരു മഴവെള്ള സംഭരണിയാണ് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ എനിക്ക് 2-3 ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒറ്റ ഒരെണ്ണം ഉണ്ടാക്കിയത്. അതിലൊക്കെ എന്റെ വാർഡ് 8-ാം വാർഡ് ഈ പഞ്ചായത്തിലെ ഏറ്റവും സൗകര്യപ്രദമായ വാർഡിലായിട്ട് വേണം കണക്കാക്കാം. ഗതാഗത സൗകര്യമുണ്ട്, വെള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അവിടെ ചെയ്യാമായിരുന്നു. അവിടെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണേണ്ടത് താബോറിലും കോറാളിയിലും ജോസ്ഗിരിയിലും ഒക്കെയുള്ള പാവം പിടിച്ച ആളുകൾ എങ്ങനെയാണ് നടന്ന് ഒരു വണ്ടി കിട്ടുന്നിടത്ത് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ റോഡ് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. മച്ചിയിൽ സ്മാർട്ട് അംഗൻവാടി നിർമ്മാണം 10 ലക്ഷം രൂപ. ഈ മച്ചിയിൽ എന്ന് പറഞ്ഞാൽ 19-ാം വാർഡിൽ രേഷ്മ വീരാജിന്റെ വാർഡിലുള്ള അംഗൻവാടിയാണ് അല്ലേ? ആ വാർഡിലുള്ള അംഗൻവാടിക്കാണ് 10 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ അപേക്ഷകർക്ക് കൊടുക്കുന്നത്. ഈ വർഷം ഏറ്റവും കൂടുതൽ കോഴി കൊടുക്കുന്നത് 165 പേർക്ക് കോഴി കൊടുക്കുന്നത് 19-ാം വാർഡിലാണ്. അതേപോലെ 10-ാം വാർഡില് 9-ാം വാർഡിൽ 82 പേർക്ക് കൊടുക്കുന്നുണ്ട്. പാലക്കാട് ബൈപ്പാസ് റോഡ് മെയിൻ്റനൻസ് ഏത് വാർഡിലെ പാലക്കാട് 17 നിങ്ങളുടെ വാർഡല്ല. വാണിയംകുന്ന് പടുത്തണം തട്ടുമ്പൽ റോഡ് മെയിൻ്റനൻസ് ആരുടെ വാർഡാ? 18. പാമ്പക്കൽ ഹിൽ ടോപ്പ് റോഡ് മെയിൻ്റനൻസ് ആരുടെ വാർഡാ? ഇത് വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെ അവസാനം വെച്ചാൽ മതി എന്ന് പറയാമായിരുന്നു. പറഞ്ഞാൽ നടത്തിക്കുകയും ചെയ്യാം. അതൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നടത്തിക്കാൻ അറിയുകയും ചെയ്യാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ആ ഒപ്പം വന്നിരിക്കുന്ന മറ്റു റോഡുകൾ പറഞ്ഞാൽ അത് പറയും ഇത് മാത്രമേ ഒന്നും വിചാരിക്കണ്ട. ഷാജിയുടെ വാർഡിൽ വന്നിട്ടുണ്ട്. ചെറുപുഴ രാജഗിരി കല്ലടച്ചാൽ അൽഫോൺസ റോഡ് മെയിൻ്റനൻസ്, പിന്നെ കാക്കേഞ്ചാൽ കൊല്ലാറ റോഡ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. പാറോക്കുന്നൂർ ഭൂതാനം റോഡ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. ഉമയഞ്ചാൽ വാഴക്കുണ്ടം ഉമയഞ്ചാൽ റോഡ് മെയിൻ്റനൻസ് സിബിയുടെ വാർഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും വാർഡുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ആരുടെയും കുറവൊന്നും വന്നിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഞങ്ങൾ വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നതെന്നുള്ളത് ദയവ് ചെയ്തൊന്ന് അന്വേഷിച്ചാൽ വേണ്ടിയിരിക്കും. പിന്നെ ചെലവാക്കിയൊരു കണക്ക് പറയാം. മെയിൻ്റനൻസ് ഗ്രാന്റ്, തനത് ഗ്രാന്റ് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് അടക്കം നമ്മളുടെ പേരിൽ ചെലവഴിച്ച സംഖ്യ 23 കോടി രൂപയുണ്ട്. ഈ 23 കോടി രൂപ ചെലവഴിച്ചപ്പോ ഈ വിവേചനം കാണിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടക്കില്ലായിരുന്നു. ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്താതിരിക്കുമായിരുന്നു. അവർ വിവേചനം കാണിച്ചിരുന്നുവെങ്കിൽ ഇതുവരെ ഒരു പത്രസമ്മേളനം വിവേചനം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ മനസ്സിൽ പോലും കരുതല്ല, ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്ന ഒരു ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഒരു ഇവിടെ നടന്ന 4.5
5 വർഷത്തിനിടയ്ക്ക് ചെയ്ത് നടന്ന പ്രവൃത്തി എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്ത് ബോർഡ് ചേർത്തു. പ്രസിഡന്റ് ഒരു നിർദ്ദേശം വെച്ചു, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഡോക്യുമെൻ്ററി ഡേറ്റ് തീരുമാനിച്ചു, ഇവിടെ തീരുമാനമെടുത്തു. അന്ന് രാവിലെ എല്ലാവരും വന്നു. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ അതൊരു രേഖയല്ലേ, അത് പബ്ലിക് ഡൊമൈനിൽ കാണുന്നല്ലേ. ഈ ഞങ്ങൾ ആലോചിച്ച 5 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ 19 ആളുകളും ഒരുമിച്ച് അസക്കാനുണ്ട്. 13 അതിപ്പം ഞങ്ങൾക്ക് പത്രസമ്മതത്തിലാ 13 പേരെ 6 പേരെ എന്നുള്ള മനസ്സിൽ വന്നത്. ഞങ്ങൾക്ക് അതിനകത്തൊരു നാണക്കേടുണ്ട്. ഞങ്ങൾ പൊതുപ്രവർത്തനമൊക്കെ നടത്തുമ്പം വികസന രംഗത്തൊരു പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭരണസമിതിയാണ്, പ്രതിപക്ഷമില്ല. മാഷിനെ പോലുള്ള ആള്, ബാലാട്ടിനെ പോലുള്ള ആള്, പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. പണ്ട് പലപ്പോഴും കേട്ട് പഠിച്ചൊരു കാര്യം, ഞങ്ങളൊക്കെ മെമ്പറായിട്ട് വരുമ്പം ആലോചിക്കുന്ന ഒരു കാര്യം, ഒരാളെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞൊരു ആക്ഷേപം പറയാന്ന് പറഞ്ഞാൽ അതൊരു നമുക്കൊരു അപമാനം ഉണ്ടാകുന്ന, അതിൽ ഞങ്ങൾ ഈ മെമ്പർമാരെ മാറ്റി നിർത്തി എന്ന് പറയുമ്പം ഒരു വല്ലാത്ത നാണക്കേട് ഞങ്ങൾക്ക് തന്നെ തോന്നും. പൊതുവായിട്ട് ആൾ കാണുന്നല്ലേ, സത്യസന്ധ അതാണോ? ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ പഞ്ചായത്ത് ബോർഡിൽ ഒരിക്കലെങ്കിലും പ്രതിഷേധം ഇവിടെ നേറ്റെന്ന് പറഞ്ഞു. പറയുന്നതൊക്കെ ഷാജി ജോലിയൊക്കെ വലിയ ഒരു ഒറ്റ വർത്തമാനം പറയില്ല, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. പൊതുവായൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഒരു പൊതു കാര്യം പറയും. അന്ന് ഏതെങ്കിലും ഒരു തർക്കം ഉണ്ടാകുമെങ്കിൽ ഒരു വിയോജനക്കുറിപ്പ് കൊടുത്തുകൂടെ? പത്രസമ്മേളനം അവിടെ നടത്താനായിട്ട് അവിടെ പോകുമ്പോൾ അവസാനം ഡോക്യുമെന്ററിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഡോക്യുമെന്ററി പറഞ്ഞ കുറേ കാര്യമുണ്ട്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ 5 വർഷത്തിനിടയ്ക്ക് ഒരു വിയോജനക്കുറിപ്പ് ഞങ്ങളെ അവഗണിക്കുന്നുണ്ട്. 5 വർഷം റോഡ് കൊടുത്തില്ലേ, അതിന് രേഖയില്ലേ? പിന്നെ രേഖയുണ്ട്. അവിടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇവിടെ രേഖയിൽ എഴുതി ആ വിയോജനക്കുറിപ്പ് പരിശോധിക്കപ്പെടും. അതിലോട്ട് ഒരെണ്ണം കൊടുത്തോ? ഒരു തരത്തിലുള്ള വിയോജനം കാണിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള വിയോജനം. അതിന് പിന്നെ പൊതുവിൽ അവർ പറഞ്ഞു, പിന്നെ ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പിന്നെ അവരെ മോശമാണെങ്കിൽ ഈ ഇവിടെ അടച്ചിട്ടിട്ടാണ് ഓരോ മെമ്പർമാരും ഇവിടെ ഇവിടുന്നായിരുന്നു നമ്മൾ ഈ മറ്റേ ഡോക്യുമെന്ററി നടത്തിയത്. ഓരോ മെമ്പർമാർ കയറുമ്പോൾ അവരോട് പറഞ്ഞെന്താ, അവനവന്റെ വാർഡിൽ ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് പഞ്ചായത്തിന് പൊതുകാര്യം പോലും പറയാൻ പറഞ്ഞില്ല. അത് പ്രസിഡന്റ് വരെ പറഞ്ഞോട്ടെ. അവനവന്റെ വാർഡിൽ 5 വർഷം നടത്തി അവർ ചെയ്ത ഒരു പൊതു കാര്യങ്ങൾ പറയാനാ പറഞ്ഞത്. അത് പറയുമ്പം വേണമെങ്കിൽ ആ ഡോക്യുമെന്ററിൽ തന്നെ അവർക്ക് പറഞ്ഞുകൂടെ ഇന്ന കാര്യം നടന്നില്ലാന്ന്? ആ നല്ലൊരു അവസരമല്ലേ കളഞ്ഞു കുളിച്ചത്? അങ്ങനെ ചിലപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നേ. എന്നിട്ട് അവരോട് അവസാനം പറഞ്ഞു, ഇതിപ്പം അവസാന വർഷമായി ഒരു വികസനം നടന്നിട്ടെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് വിഷമം. ഒരു വികസനം നടന്നിട്ടില്ലെന്നാണോ? ഞാൻ കഴിഞ്ഞ തവണ മെമ്പറാണ്, എമീര കോളേജിന്റെ കൂടെയും കൊച്ചുറാണിയുടെ കൂടെയും ഞാൻ മെമ്പറാണ്, 11 മെമ്പറാണ്, ഏറ്റവും മെമ്പറായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ മെമ്പറായിട്ട് വരുമ്പം ഒരു വീടാണ്, മാഷ് പറഞ്ഞില്ല, ഒരു വീടാണ് ഏത് നമ്മുടെ മെയിൻ്റനൻസിന് എന്ന് കൊടുക്കുന്നത്. ഒരു വീടാണ് 75,000 രൂപ. അത് പിന്നീട് 2 ആയി. അപ്പോഴേ മനസ്സിൽ ഞങ്ങൾ വന്നപ്പോൾ തൊട്ടേ ആലോചിക്കുന്ന ഇതെങ്ങനെ 100 ആക്കാം. ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചാണ് അവിടെ മുഴുവൻ ജീവനക്കാരും പിരിച്ചുവിട്ട് ഇവിടെ പുതിയ നിയമനം നടത്താന്ന് പറഞ്ഞ ആദ്യത്തെ പ്രതിഷേധം അതാണ്. ഇവിടെ പഞ്ചായത്ത് ഇറങ്ങിപ്പോകുമ്പോൾ മെമ്പറോട് പറഞ്ഞു, നിൽക്ക്, ഈ കാര്യം കേട്ടിട്ട് പോകും. എന്നിട്ട് മാഷ് ഞങ്ങൾ ആലോചിച്ചു, നമുക്ക് ഇതിനൊരു തിരിച്ച് നിങ്ങൾ എന്നെ വാർത്ത കൊടുത്തില്ലേ, ഞങ്ങളെ ആക്ഷേപിച്ചില്ലേ, ഞങ്ങൾ മറുപടി പറഞ്ഞോ? അപ്പൊ ഞങ്ങൾ ആലോചിച്ചെന്നറിയോ, അത് കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് കാര്യം അറിയാത്തതുകൊണ്ടല്ലേ, നമ്മുടെ ഭരണസമിതി അംഗങ്ങളല്ലേ, അവരറിയാതെ പോയതല്ലേ. അതുകൊണ്ട് നമ്മൾ അതിന് ആശയം പത്രസമ്മേളനം ഒന്ന് നടത്തണ്ട, നമ്മുടെ മെമ്പർമാരല്ലേ എന്ന നിലയിലുള്ള തീരുമാനമല്ലേ ഞങ്ങളെടുത്ത്? ഞങ്ങൾ ആക്ഷേപിച്ചോ? ഇവിടെ ഞങ്ങൾ നിയമം നടന്നോ? തെറ്റായ ഒരു കാര്യം പറയാൻ പറ്റും, ഒരൊറ്റ കാര്യം. വികസന രംഗത്ത് അത് പറഞ്ഞു, ഈ അറിയാതെ ഞങ്ങളുടെ പാവങ്ങളോട് പറഞ്ഞു വിട്ടപ്പം ആ പാവങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭ പാവങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവല്ലേ, ഇലക്ഷൻ വരാൻ വേണ്ടി പോകുമ്പോൾ ഡോക്യുമെന്ററി പിടിച്ചാൽ ആ പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ടോ? ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇപ്പം ഒരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യവും ചെയ്തില്ലേ? ഈ ചെറുപുഴ പഞ്ചായത്തിൽ 40,000 ജനങ്ങൾ പറയട്ടെ, അവിടെ തിരുനെറ്റി താമസിക്കുന്നവർ പറയട്ടെ, ജിനോ പറയട്ടെ, പോറാണിയുടെ മേലെ റോഡ് 10 ലക്ഷത്തിന് റോഡ് മേലെ എത്തിയിട്ടില്ലേ? ഏത് റോഡാ ഇല്ലാത്ത? ഏത് റോഡാ വരാത്തത്? പാലക്കുണ്ടം ചൂരപ്പുറ റോഡ് 1 കോടിയല്ലേ? പുളിയമ്മാവ് തെക്കമ്മാവ് റോഡ് ഇങ്ങോട്ട് 1 കോടിയല്ലേ? ഇപ്പൊ മാഷ് പറഞ്ഞു തൊഴിലുറപ്പിൽ കുറെ പണിയാരും പറഞ്ഞു. തൊഴിലുറപ്പ് എന്താണെന്ന് വെച്ചാൽ അതാത് മെമ്പർ ആ തൊഴിലുറപ്പ് ആളുകളെ സംഘടിപ്പിച്ച് അവിടെ മസ്റ്റോട് അടിച്ച് അവിടെ എല്ലാ ഏർപ്പാടും നടത്തി കോൺട്രാക്ട് വെണ്ടറെ കണ്ടുകൊണ്ട് സാധനം ഇറക്കി റിസ്ക് ഉണ്ട്. 19 മെമ്പർമാർക്ക് തുല്യമായിട്ട് ഒരു ഫണ്ട് വീതിച്ച് ഇഷ്ടമാണ് കൊടുക്കുന്നല്ല. എങ്ങനെയാ? ഓരോ 13-ാം വാർഡ് മെമ്പർക്ക്
13-ാം വാർഡ് മെമ്പർ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് റോഡും ചെയ്യാം. അതിന് പുറകെ പോകണം, പാലതും കഷ്ടപ്പെടണം, ആരെങ്കിലും കൊണ്ട് തരുമോ? പക്ഷെ പഞ്ചായത്തിന്റെ പൊതുഫണ്ട്, തനത് ഫണ്ട്, മറ്റു ഫണ്ടുണ്ടല്ലോ നമ്മുടെ, ആ ഫണ്ട് തുല്യമായിട്ട് അവിടെ ഉപയോഗിച്ച് ബാക്കി തൊഴിലുറപ്പിന്റെ പണിയെടുക്കുന്ന റിസ്ക് ഉണ്ട്. തൊഴിലുറപ്പ് മനോഹരമായ പദ്ധതിയാണ്. തൊഴിലുറപ്പ് ആദ്യം റോഡ് ചെയ്യാൻ പറ്റുന്നല്ല, ഇപ്പം റോഡ് ചെയ്യാം, കാന ചെയ്യാം, കലുങ്ക് ചെയ്യാം. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മെമ്പർമാര് റിസ്ക് എടുത്ത് കൊണ്ടുവന്ന് എത്ര കാര്യമില്ല. തുടക്കത്തിൽ ഇപ്പം 2-3 വർഷമായിട്ട് തീരുമാനിച്ചു അത് അത്രയും പറ്റൂല, ഇത്ര ശതമാനം 10% പറ്റൂല എന്ന് പറഞ്ഞൊരു നിയന്ത്രണം വന്നു. അതല്ലേ ഇപ്പൊ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു എത്ര വേണം ചെയ്യാം. 13-ാം വാർഡ് മെമ്പർക്ക് എത്ര റോഡ് വേണം കൊടുത്തോ ചെയ്യാതെ. ആർക്കാ കുഴപ്പം? ഏത് എന്ന് പറയട്ടെ, റോഡില്ലെങ്കിൽ ചെയ്യാൻ, റോഡിന്റെ ഇടയ്ക്ക് കുറച്ച് റോഡ് ഏറ്റെടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഹൈക്കോടതി കിട്ടിയിട്ടൊക്കെ ഭാഗത്ത് അല്ലെ ഞങ്ങൾ എല്ലാ റോഡും നിങ്ങൾ കുറെ കാലമായിട്ട് പറഞ്ഞല്ലേ, നിങ്ങളൊന്ന് ചെറുപുഴ ഈ 19 വാർഡുകൾ നടന്നു നോക്ക്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ചെയ്തതൊന്നും വലിയ ആളുകൾക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാലോ. പക്ഷെ അത് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങൾ വിവേചനം കാണിച്ചു. വിവേചനം കാണിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു വികസന രംഗത്ത് അത് ഇതുപോലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ എവിടെയോ വിവേചനം കാണിച്ചു പറഞ്ഞാൽ ഒരു നാണക്കേടായിട്ട് ഞങ്ങൾക്ക് അങ്ങ് തോന്നുകയാണ്. ഞങ്ങൾ അങ്ങനെ കാണിച്ചിട്ടില്ല. കാപ്പിയുടെ ഇപ്പൊ പറഞ്ഞു കാപ്പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, കാപ്പി മാറ്റി പറഞ്ഞ കാര്യം മാത്രമല്ല, കാപ്പി എണ്ണം കൂടുതലെന്ന് പറഞ്ഞാൽ അതിനെന്ന് വെച്ചാൽ ഇപ്പം സംസ്ഥാനത്ത് 3-ാം സ്ഥാനം അവാർഡ് കിട്ടിയ സുരേഷ് കുറ്റൂർ ഉൾപ്പെടെ നല്ല കൃഷിഭവനെ പറ്റി എല്ലാവരും ഭയങ്കരമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ എല്ലാം കൂടെ സ്വപ്നം കണ്ട് എന്താ, നമുക്ക് ഈ കൃഷിയൊക്കെ നശിച്ച തരിശു ഭൂമിയിൽ കാപ്പി നടണം, ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാണ്. ആ പദ്ധതി കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ബോർഡൊന്നും ഇവിടെ പറഞ്ഞു എന്താ ആ കൃഷിഭവനിൽ നേരിട്ട് അപേക്ഷ കൊടുക്കാതെ വിളിച്ചു. ഞാൻ അന്വേഷിച്ചെന്ന് അതിന് പറഞ്ഞ് ചോദിച്ചു. കൃഷിഭവനിൽ നിന്ന് നേരിട്ട് അപേക്ഷയെ വിളിച്ചു, ചിലരെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ തരിശു ഭൂമിയിൽ കൊടുക്കാൻ പറ്റുന്നവർക്ക് മുഴുവൻ കൊടുത്തു. പിന്നെ രണ്ടാമത് പറഞ്ഞു ആർക്കെങ്കിലും ഇനി കിട്ടാത്തുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പരിഗണിക്കാം. നല്ല പണിയെടുക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? അവര് നമ്മൾ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140, മൊബൈൽ 6238 064141.